ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വഴിയാത്ര എന്ന പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത്. അന്യന്മാരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടുള്ള പോക്കാണ് ഇത്. ലേഖകൻ എന്താണ് പരാമർശിക്കുന്നത്? വിശദമാക്കുക. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ദൂരയാത്ര വല്ലതും പോകുമ്പോൾ അവർ രാവിലെ തന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങും. അന്ന് 3 തരം യാത്രകളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തെ കൂട്ടം അതിനിടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടാണ് പോവുക. അതായത് രാവിലെ ഒന്നും എടുക്കാതെ കൈ വീശിക്കൊണ്ടാണ് പോവുക. എന്നിട്ട് അയാൾ ഒരു വീട്ടിൽ കയറി ആ വീട്ടിലുള്ളവർ അയാൾക്ക് അന്നം നൽകും. ആ വീട്ടിലുള്ളവരുടെ അന്നത്തിന്റെ ഒരു പങ്ക് അയാൾ കഴിക്കും. എന്നിട്ട് അവിടുത്തെ ഗൃഹനാഥനുമായി കാര്യം പറഞ്ഞ് അവിടെ കിടന്നുറങ്ങും. രാവിലെ എണീറ്റ് അയാളുടെ യാത്ര തുടരും. ഇതിനെയാണ് ലേഖകൻ അന്യന്മാരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചു കൊണ്ടുള്ള പോക്കാണ് ഇത് എന്ന് പറയുന്നത്. അവർ അങ്ങനെ കഴിയുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുന്നു. യാത്രാന്തത്തിൽ യാത്രക്കാർ എത്തിച്ചേരുന്ന അവസ്ഥയാണിത്. ഈ യാത്രയിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഈ യാത്രയിൽ ആദ്യം ആൾക്കാർ പരസ്പരം അറിയാതെ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു. പിന്നെ അവർ ഓരോരോ കാര്യങ്ങളായി ചോദിച്ച് ആശയവിനിമയം നടത്തി. നേരെ സന്ധ്യയാകുമ്പോഴേക്കും കുറച്ചുപേർ നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടക്കും. പെരിങ്ങനാട്ട് നമ്പ്യാതിരിയുടെ പൂണൂൽ പത്തനാപുരം മൈദീൻ പിച്ചയുടെ നീണ്ട താടിയിൽ കുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ യാത്ര തീരുമ്പോഴേക്കും ഒരാൾക്കറിയാമുള്ള കാര്യം മറ്റേയാൾക്ക് അറിയാമായിരിക്കും. അവർ ഒരു കുടുംബത്തെ പോലെ ആയിത്തീർന്നിരിക്കും. അതായത് അവർ അന്ന് ഒരുമിച്ച് ഉണ്ട്, ഒരുമിച്ച് ഉറങ്ങി, ആശയവിനിമയങ്ങൾ നടത്തി വലിയ സൗഹൃദത്തിലാവും. അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെയാകും. ഇന്നത്തെ യാത്ര ലോകപരിചയം സമ്പാദിക്കുന്നതിന് സഹായിക്കുന്നില്ല എന്ന് ലേഖകൻ പറയാൻ കാരണമുണ്ട്. ഇന്നത്തെ യാത്രകൾ ലോകപരിചയം സമ്പാദിക്കാൻ ഉതകുന്നില്ല. കാരണം സാങ്കേതിക വിദ്യയുടെ വളർച്ച മറ്റുള്ളവരുടെ സഹായത്തിന്റെ ആവശ്യം ഇല്ലാതാക്കുന്നു. പണ്ടുകാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയറിയാത്തവർ, സമയം അറിയാത്തവർ, പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് ധാരണയില്ലാത്തവർ, ഇങ്ങനെയുള്ളവർ ഒരുപാട് ആവശ്യങ്ങൾക്ക് സഹയാത്രികന്റെ സഹായം തേടിയിരുന്നു. എന്തിന് അപരിചിതരുടെ ഇടയിൽ ഇരിക്കുമ്പോഴുള്ള വിരസത അകറ്റാനായി സഹയാത്രികരോട് സംസാരിക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇതിൻ്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല. എല്ലാറ്റിനും ഒറ്റ ഉത്തരം: മൊബൈൽ ഫോൺ. അതുണ്ടെങ്കിൽ എല്ലാമായി. മാത്രമല്ല, യാത്രയുടെ വേഗം കൂടി. സമയത്തേക്ക് കീഴടക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹം യാത്രകളുടെ വേഗം കൂട്ടി. മറ്റുള്ളവരോട് ഇടപഴകാനും സൗഹൃദം സ്ഥാപിക്കാനും സമയം കിട്ടുന്നതിന് മുന്നേ അവൻ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു. സാമൂഹ്യ ജീവിതത്തിലെ ചില ചിത്രങ്ങൾ നർമ്മമധുരമായി അവതരിപ്പിച്ച് വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് ലേഖകൻ. ഈ പ്രസ്താവനയെ എങ്ങനെ സാധൂകരിക്കാം? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ പ്രസ്താവനയോട് ഞാൻ വളരെയേറെ യോജിക്കുന്നു. കാരണം വഴിയാത്ര എന്ന കൃതിയിൽ പണ്ടത്തെ യാത്രയെയും ഇന്നത്തെ യാത്രയെയും പറ്റി കവി വളരെ മനോഹരമായി പറയുന്നുണ്ട്. പണ്ടത്തെ വഴിയാത്രയിലെയും ഇന്നത്തെ വഴിയാത്രയിലെയും ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ മനോഹരമായാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. 3 കാലഘട്ടത്തിലെ യാത്രാനുഭവങ്ങളാണ് വഴിയാത്ര എന്ന പാഠഭാഗത്തുള്ളത്. ഇക്കാലത്തെ യാത്രകളുമായി അവ താരതമ്യം ചെയ്യുക. ഒന്നാമത്തേത് കാൽനടയായി സഞ്ചരിച്ച കാലം. വണ്ടിയില്ല, വള്ളമില്ല, ഹോട്ടലുകളില്ല, പൊതിച്ചോറ് കരുത്. അന്യരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. വഴിയാത്രക്കാർക്ക് ചോറ് കൊടുക്കുക ധനവാന്മാരുടെ പതിവായിരുന്നു. യാത്ര പല ബന്ധങ്ങൾക്കും കാരണമായി.
വള്ളത്തിൽ യാത്ര ചെയ്ത കാലം. നാനാജാതി മതസ്ഥരും ഒന്നിച്ചുണ്ടാകും. പരസ്പരം അടുത്തിടപഴകും. കുടുംബാംഗങ്ങളെ പോലെ പെരുമാറും. പരസ്പരം ആശയവിനിമയം നടത്തും. ഇന്നത്തെ കാലം തീവണ്ടിയുണ്ട്, വിമാനമുണ്ട്. പരസ്പര ബന്ധം കുറയുന്നു. ഹോട്ടലുകൾ ധാരാളം. ആർക്കും ആരോട് സംസാരിക്കാൻ സമയമില്ല. തിരക്കിന്റെ ലോകം. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കരുത്, തട്ടിക്കളയും നിന്നെ ഞാൻ. അടിവരയിട്ട പദത്തിന് ഓരോ സന്ദർഭത്തിലും വരുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്തുക. ആദ്യം പറയുന്നത് തിന്നുന്നു എന്നാണ്. രണ്ടാമത് പറയുന്നത് കളിയാക്കുന്നു. തട്ടിക്കളയും എന്നാൽ കൊല്ലും. സുന്ദരമാക്കുന്നു. യാത്ര കാഴ്ചയുടെ അനുഭവം മാത്രമല്ല, മറ്റെന്തൊക്കെയോ നമുക്ക് നൽകുന്നുണ്ട്. യാത്ര നിങ്ങൾക്ക് നൽകിയ വ്യത്യസ്ത അനുഭവങ്ങൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ. ചെന്നൈയിലേക്കുള്ള യാത്ര വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഇത്രയേറെ സുന്ദരമായ ഒരു കടൽത്തീരം ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല. മലനിരകൾ പ്രകൃതിയെ സുന്ദരിയാക്കുന്ന ഒരു പ്രദേശം ഞങ്ങൾ ചെന്നൈയിൽ പോകുന്ന വഴിയിൽ കണ്ടു. ഏറെ വ്യത്യസ്തമായ കഥകളാണ് എപ്പോഴും ചെന്നൈയെക്കുറിച്ച് കേൾക്കാറുള്ളത്. എന്നാൽ സാധാരണക്കാരിൽ നിഷ്കളങ്കരമായ ഒരുപാട് മനുഷ്യർ അന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്നുണ്ട്. ഈ യാത്ര എനിക്ക് തികച്ചും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു.